നമ്മുടെയൊക്കെ ഈ ചെറുപ്പകാലത്ത് നമുക്ക് കളിക്കാൻ ഗ്രൗണ്ടുകളുണ്ട്. രാവിലെ ആയാൽ ഞാനാണെങ്കിൽ കോഴിക്കോട് നഗര ഹൃദയത്തിൽ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്തായിരുന്നു വീട്, പോലീസ് ക്വാർട്ടേഴ്സ് ആയിരുന്നു. അവിടുന്ന് ഓടി ഗ്രൗണ്ടിൽ പോലാണ്. അല്ലെങ്കിൽ അപ്പുറത്ത് സാമൂതിരി സ്കൂൾ ഗ്രൗണ്ട് ഉണ്ട്, അപ്പുറത്ത് മാനാഞ്ചിറ എന്ന ഗ്രൗണ്ട് ഉണ്ട്, അപ്പുറത്ത് കുളിക്കാൻ ക്ഷേത്ര കുളങ്ങളിലാണ് ഞാനൊക്കെ നീന്തൽ പഠിച്ചത്. അങ്ങനെയുള്ള അപ്പം രാവിലെ മുതൽ ഇറങ്ങുകയാണ്. ഒന്നെങ്കിൽ ഫുട്ബോൾ, അല്ലെങ്കിൽ ക്രിക്കറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും കളിച്ച് നമ്മൾ ഐ എം വിജയനോ അല്ലെങ്കിൽ മെസ്സി ആവുക എന്നുള്ളതല്ല, തോൽക്കാൻ പഠിക്കുന്നു എന്നുള്ളതാണ്. തോൽക്കാൻ നമ്മൾ പഠിക്കുകയാണ്. 1-ാം ക്ലാസ്സിലായാലും 2-ാം ക്ലാസ്സിലായാലും ചെറുപ്പത്തിൽ ഏത് പ്രായത്തിലായാലും കളിക്കുമ്പോൾ കളിയിൽ നമ്മൾ തോക്കും. തോൽവിയിലൂടെ എങ്ങനെ ജീവിക്കാമെന്നുള്ളത് നമ്മൾ അറിയാതെ ഒരു പാഠം നമ്മൾ പഠിക്കുകയാണ്. ഇന്ന് അതില്ലാതെ പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ചെറിയൊരു പാളിച്ച വന്നാൽ, ചെറിയ ഒരു പരാജയം വന്നാൽ നമുക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത നിലയിലേക്ക് നാം മാറുന്നു. നാം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ കുട്ടികൾ മാറുന്നുണ്ട്. അങ്ങനെ മാറുമ്പോഴാണ് പല തെറ്റായ പാതയിലേക്ക് സഞ്ചരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ തോൽക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തോൽവി പഠിക്കുക, ജയമല്ല പഠിക്കേണ്ടത്, തോൽവിയാണ് പഠിക്കേണ്ടത്. തോൽവി പഠിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. തോൽവി പഠിപ്പിക്കാനുള്ള അധ്യാപനമാണ് കായിക മത്സരങ്ങൾ, കളിയിടങ്ങൾ. അത് നഷ്ടപ്പെട്ടു പോകുന്നതിനെ നമ്മൾ ഇതിനോട് ചേർത്ത് കാണേണ്ടതുണ്ട്. പരമാവധി പൊതു ഇടങ്ങളെ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റണം. പൊതു ഇടങ്ങൾ വളരുന്നതിനനുസരിച്ച് നമ്മൾ കുട്ടികൾ തോൽക്കാൻ പഠിക്കും. കളിക്കുന്നതിനിടയിൽ ചിലപ്പോൾ നമ്മളെ കാല് വെച്ച് വീഴ്ത്തും, തിരിച്ചു വന്ന് അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് കൊടുക്കും, ചിലപ്പോൾ നമുക്ക് എല്ലാം കിട്ടും. പക്ഷെ അതിലൂടെയൊക്കെ നമ്മളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതില്ലാതാവുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് പ്രധാന പ്രശ്നമായിട്ട് മാറുകയാണ്. അത് നമുക്ക് മാറ്റണം.